ഹായ് ഗായ്സ്, ഇന്നൊരു ഹൈ റേഞ്ച് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. രാത്രി ഒടുക്കത്തെ മഴയായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. സോ ഇങ്ങനെ തന്നെ കിടന്നുറങ്ങി അതേപടി എണീറ്റ് വന്നിരിപ്പാട്ടോ. തപ്പതേ പുറയിലൊരുത്തൻ ചക്കേനെ നോക്കി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് വന്നേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവന് പല്ലീനെ പിടിക്കാനാണ്. ഇവിടുത്തെ പല്ലി പിടുത്തക്കാരനാട്ടോ ഈ നിൽക്കുന്നത്. ശരിക്കും അവൻ വന്നേ പിന്നെ പല്ലികളുടെ എണ്ണമൊക്കെ കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ പല്ലിപിടുത്തം രാവിലെ തന്നെ തുടർന്നു. അപ്പോൾ ഞാൻ മഴയൊന്ന് തോർന്നു നിന്നപ്പോഴത്തേനും ചെറുതായിട്ട് പറമ്പിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ പേരയ്ക്ക ഉണ്ടോ നോക്കിയിട്ട് വരാം ഗൈസ്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് പേരയ്ക്ക ഒരൊറ്റ എണ്ണം പോലുമില്ല. ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ടിലൊക്കെ വെള്ളമായി. ഇവിടുന്ന് തെറ്റിക്കഴിഞ്ഞാൽ നേരെ തോട്ടിൽ പോയി കിടക്കും കേട്ടോ. ഒരു 2-3 ദിവസത്തെ ലീവിന് വന്നാട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അതുകൊണ്ട് വെളുപ്പിനെ തന്നെ പറമ്പ് ടൂർ തുടങ്ങി കേട്ടോ. അങ്ങനെ എൻ്റെ ജാതിക്ക വാവകളൊക്കെ വളർന്ന് വലുതായിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോകണം. അങ്ങനെ എന്തൊക്കെ പറമ്പിൽ നിന്ന് കടത്താനുണ്ട് എന്നുള്ളൊരു ടൂറും കൂടെ ആട്ടോ ഇത്. നോക്കി വെക്കുകയാണ് എല്ലാം എവിടെയാണെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു റൗണ്ട് അടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മ ദാ പറമ്പിൽ മാങ്ങ വീണിട്ടുണ്ടാവും, രാത്രി നല്ല കാറ്റും മഴ അല്ലായിരുന്നോ, മാമ്പഴം വീണിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാനും പുറകെ പോയി. അട്ടയുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് വലിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് അട്ടേനെ വലിയ പേടിയൊന്നുമില്ല, ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ്. അങ്ങനെ കുറേ തപ്പിപ്പറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഈ മാവാണ് കേട്ടോ നമുക്ക് ഇത്രയും മാങ്ങ തന്നെ. അപ്പോൾ താങ്ക് യു. ഇത്രയും മാങ്ങ കിട്ടിയ സ്ഥിതിക്ക് മാമ്പഴപ്പുളിശ്ശേരി ആയിരിക്കും കേട്ടോ കറി. എല്ലാം ഒന്ന് പരതി കഴിഞ്ഞപ്പോൾ എനിക്കും കിട്ടി 2-3 മാങ്ങകൾ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഒരു കുഞ്ഞി കൂണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് കൂൺ കഴിക്കാനായിട്ട് കൊതിയായിട്ടോ. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ലേഡി ബഗ് ഇരിക്കുന്നു. ആക്ച്വലി ലേഡി ബഗിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ പറയാം. എന്ത് ഭാഗ്യമാണ് വരാൻ പോണേ. പിന്നെ എൻ്റെ മൾബറി ചെടി നോക്കാൻ പോകാം. നിറയെ മൾബറി ആയിരുന്നു. അപ്പോൾ മഴ പെയ്തുകൊണ്ട് ചെറിയൊരു ചീഞ്ഞൊരു രീതിയായിരുന്നു. പക്ഷേ ആരും പറിക്കാനില്ല എന്നുള്ള പരാതിയൊക്കെ അങ്ങ് തീർന്നു. ഞാൻ കുറേ പറിച്ചു തിന്നു. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് അട്ട കടിച്ചോ എന്നുള്ള ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ടെസ്റ്റ് പാസ്സായിട്ടോ. അട്ടയൊന്നും കടിച്ചില്ല. അപ്പോൾ അമ്മയും ഞാനും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ താണ്ടടാ ഞങ്ങളുടെ കണ്ണും വെട്ടിച്ചു വരുത്തുന്നത് ഇവിടെ വരെ എത്തി. എന്നിട്ട് ഞങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ വാലുമായിട്ട് നിൽക്കുക കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ വേറെ തെണ്ടിപ്പൂച്ചകളൊക്കെ വന്ന് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങോട്ടങ്ങനെ ഇറക്കി വിടാത്തതാണ്. പക്ഷേ ഇങ്ങനെ കാര്യം അന്വേഷിച്ച് ഇറങ്ങി വന്നു. എന്തായാലും വന്നല്ലേ. അപ്പോൾ പുള്ളിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി കുട്ടനെ കയ്യോടെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാട്ടോ. പിടികിട്ടാപ്പുള്ളികളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നാലുണ്ട്. അങ്ങനെ പിടിച്ചതൊന്നും പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മോന്തിരിക്കാനുണ്ടല്ലേ. ഞാൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞില്ല, ആ ഒരു രീതിയാട്ടോ പുള്ളിക്ക്. കൂണിൻ്റെ കാര്യം പറഞ്ഞോളൂ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു കൂണ് കിട്ടിയിട്ടോ. അതും വലിയ കൂണ് 2 എണ്ണം. അപ്പോൾ ലേഡി ബഗിനെ കണ്ട് വെറുതെ ആയില്ല. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇതതിൻ്റെ പൂവാട്ടോ. എന്തോ ഒരു ഭംഗി, എന്നാൽ ഭംഗിയില്ലായ്മയുണ്ട്. അങ്ങനത്തെ ഒരു പൂവ്. മഴയായതുകൊണ്ട് എല്ലാം ചാടി അങ്ങ് ചീഞ്ഞളിഞ്ഞു പോയി. അങ്ങനെ അതൊക്കെ പറക്കി ഞങ്ങളിങ്ങനെ തിരിച്ചു പോയ വഴിക്ക് നല്ല ഭംഗിയുള്ളൊരു മുളക്, നല്ല രസമുണ്ട്. ആ ഗ്രീനിൻ്റെ ഇടയ്ക്ക് ആ റെഡ് കളർ നിൽക്കണതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കണ്ടിട്ടൊരു കൗതുകത്തിന് തൊട്ട് നോക്കിയതാട്ടോ. പറിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കൂൺ ഇതാട്ടോ. എനിക്ക് ഈ കൂണിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂണിൻ്റെ ഫാൻ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അവൻ എണീറ്റിട്ടില്ല. അവന് കൂണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് മുട്ടക്രൂസാട്ടോ. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് കൂണും മുട്ടക്രൂസും തോരനും ഒക്കെ വെച്ചിട്ട് നമുക്ക് ലാവിഷായിട്ട് ചോറുണ്ടാകും. ഞാൻ ഇവിടെ വന്നിട്ട് ഈ സാധനം ആദ്യമായിട്ട് കൂട്ടുന്നത്. പിന്നെ എൻ്റെ തക്കാളികൾ മഴയായിട്ട് കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയതൊക്കെ പറക്കി ഞാനിങ്ങനെ തിന്നുകൊണ്ട് പെരയ്ക്ക് ചുറ്റും നടന്നപ്പോഴത്തേനും മഴ എന്തായാലും നനഞ്ഞു. എന്നാൽ പിന്നെ കുളിച്ച് കയറാമെന്നുള്ള ഇതിൽ കയറാൻ പോയപ്പോഴത്തേനും പെരുമഴയായി. നനഞ്ഞു കുളിച്ചോടി വീട്ടിൽ കയറി. പിന്നെ കുറച്ച് നേരം മഴയൊക്കെ അങ്ങ് ആസ്വദിച്ച് പുറത്ത് ഇറങ്ങി നിന്നു. ഒരാൾ നല്ല ഉറക്കത്തിലോട്ടോ. അവനിതുവരെ എണീറ്റിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നാണ്. ഞാൻ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിങ്ങനെ പുറത്തിങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കുക. അവിടെ ഒരു മലയുണ്ട്. അവിടെ ഫുള്ള് മഞ്ഞ് കയറിയിട്ട് അത് കാണാനേ ഇല്ല. ഞാൻ ആദ്യം വിചാരിച്ചാൽ പോയി കിടന്ന് ഉറങ്ങാം, നല്ല തണുപ്പല്ലേ. അങ്ങനെ കിടന്ന് ഉറങ്ങുന്നതും ഒരു വൈബാണ്. പക്ഷേ എണീറ്റിരുന്ന് കഴിഞ്ഞാൽ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. എണീറ്റിരുന്നില്ലെങ്കിൽ ഇതൊക്കെ മിസ്സാവില്ലേ. ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടണ സമയത്ത് മാക്സിമം എൻജോയ് ചെയ്യുക. ഈ അകത്ത് കിടന്നുറങ്ങുന്നതിൻ്റെ ബാക്കിയായി പോയത്. അവൻ മഴയായെന്ന് അറിഞ്ഞപ്പോഴത്തേനും അപ്പം തന്നെ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ അമ്മയുടെ ചക്ക വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചെടുത്ത് കഴിച്ചു. ഇനി ഇവിടുന്ന് ചേച്ചിമാർക്കും എൻ്റെ വീട്ടിലേക്കും പിന്നെ നമ്മൾ മലപ്പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകണത്. അപ്പോൾ ഇനി കുറച്ച് അടുക്കളപ്പണികളുണ്ട്, അതിലേക്ക് കിടക്കാം. ബായോ. അപ്പോൾ അമ്മ ഇവിടെ കൂണുണ്ടാക്കുമായിരുന്നു. കൂൺ ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മേടിച്ച് നന്നാക്കിയേനെ. പക്ഷേ ഞാൻ സൈഡ് സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്തു. സവാള അരിഞ്ഞു കഴിഞ്ഞ് കണ്ണ് നിറഞ്ഞ് പണ്ടാരടങ്ങിപ്പോയി. അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറാൻ വേണ്ടി ഒരു ട്രിപ്പ് നടന്നിട്ട്
പിന്നെ ഞാൻ തിരിച്ച് പണിയെടുക്കാതെ മുങ്ങിയതൊന്നുമല്ല, ശരിക്കും നടന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും കണ്ണിലെ നീറ്റിലൊക്കെ പോയി. സത്യം എന്തൊക്കെയോ പ്രാണികളൊക്കെ കറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു, അതെന്നെ പിടിച്ച് കടിച്ചു. അതാട്ടെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ആ കൂണിൻ്റെ ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ മണത്ത് നോക്കിയിട്ട് അതേപടി തിരിച്ചു വെച്ചു. പിന്നെ ഈ താഴെ വന്ന് ഈ പരതി ഓടിപ്പാഞ്ഞ് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റേഞ്ചറിന് കൊടുക്കാൻ വേണ്ടി മീൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലടിച്ചിട്ടാണ് ഒരുത്തൻ ഈ താഴെ വന്ന് വാലുമായിട്ട് നിൽക്കണേ. ഇവൻ വന്നേ പിന്നെ റേഞ്ചർ പട്ടിണിയാണോ എന്ന് ചെറിയ സംശയമുണ്ട് കേട്ടോ. റേഞ്ചറിന് മീനും അങ്ങനെയൊക്കെ കൂട്ടി ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കും കൊതിയായി. പിന്നെ ഇവനും ഈ ടൈലിനും ഒക്കെ ഒരേ കളറായത് ഇത് പുറകെ വന്ന് നിൽക്കണ അറിയില്ല. അതുകൊണ്ട് പുള്ളീനെ എപ്പോഴും സൂക്ഷിക്കണം. അങ്ങനെ അമ്മ കുറച്ച് മീനൊക്കെ കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിച്ച് പുള്ളി ഹാപ്പി ആയിട്ട് പിന്നെയും പോയി കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിച്ച്, പക്ഷേ ഇല്ല, പിന്നെയും വന്നു. റേഞ്ചർ അറിഞ്ഞാൽ ഇവനെ ഓടിക്കും. അവൻ്റെ മീൻ കട്ട് തിന്നിട്ട് വന്നിരിക്കുക കേട്ടോ. എന്നിട്ട് ഇനിയും വേണമെന്ന് പറഞ്ഞതാ പിന്നെയും ബഹളം അവിടെ. അങ്ങനെ സമയം പോയി അറിഞ്ഞില്ല. വൈകുന്നേരം ആയപ്പോഴത്തേനും ചായ ഉണ്ടാക്കി വെച്ചു. പിന്നെ അമ്മ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതാട്ടോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് റവ, പിന്നെ തേങ്ങ, ശർക്കര, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പം പോലെ ചുട്ടെടുക്കാൻ പോവാം. ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുന്ന കേട്ടോ. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. നല്ല കറുമുറാന്നിരിക്കും. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും. കുറച്ചും കൂടെ ശർക്കര ഇടുമായിരുന്നെങ്കിൽ കുറച്ചധികം മധുരം കിട്ടിയേനെ. അങ്ങനെ ഈ സാധനമൊക്കെ ഉണ്ടാക്കി തിന്നു കഴിഞ്ഞപ്പോഴാണ് പുറത്തുനിന്ന് എന്തെങ്കിലും കറുമുറ മേടിച്ചാലോ എന്നൊരാശയം വന്നത്. ഞങ്ങൾ വന്ന വഴിക്ക് കടയിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ, അപ്പോൾ അത് വൈകുന്നേരം പോയി മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. കൊള്ളാം. അങ്ങനെ കിടന്നുറങ്ങിയ വ്യക്തിയെ കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ട് ഫുഡ് മേടിക്കാൻ പോവാട്ടോ. ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആഡംബരമായി പോകും. പലഹാരങ്ങൾ, കറുമുറുകൾ മേടിക്കാൻ പോകും. ഇതെങ്ങോടെ തന്നെ ഞാൻ തന്നെ പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് അവൻ പറഞ്ഞു. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ വണ്ടി ചാടിക്കറിയിരിക്കും. ഞാൻ ഇല്ലാണ്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങ് പോയി. ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇവിടുത്തെ പഴംപൊരി അടിപൊളിയാണ്. പിന്നെ വണ്ടി എടുത്ത് പോകുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ചർ അപ്പം തുടങ്ങും. അവനത് ഇഷ്ടമല്ല. എത്ര വണ്ടി വേണമെങ്കിലും വരുന്നത് പുള്ളിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരു വണ്ടി പോലും ഇവിടുന്ന് പോകാൻ പാടില്ല. പുള്ളിക്ക് എല്ലാത്തിനും കണക്കുണ്ട്. ഇതാട്ടോ നമ്മുടെ ചായക്കട. അവിടെ കണ്ട എല്ലാ സാധനങ്ങളും പെറുക്കി എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കാൻ സാമ്പിളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ മിച്ചർ മിഠായി എടുത്തു. അപ്പോഴത്തേനും അടുത്ത മഴയ്ക്കുള്ള കോളുണ്ട്, നിറയെ മഞ്ഞ് കയറി. അപ്പോൾ അതൊക്കെ കഴിച്ച് ചായയും കുടിച്ചിട്ട് താഴെ തോട്ടിലേക്ക് ഇറങ്ങി. തോട്ടിൽ വന്ന് കുഞ്ഞു കുഞ്ഞു മീനുകളെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ വലിയ മീൻ. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല വലിയ മീൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അത് ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വേഗം മേളിലേക്ക് കയറി പോയി. അപ്പോൾ അത്രയും വലിയ മീനെ കണ്ടു കഴിഞ്ഞപ്പോഴും ഞാനാകെ വണ്ടടിച്ചു പോയി. അതുകൊണ്ടാട്ടത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഞാനിപ്പോൾ സ്റ്റക്കായി. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറയെ ഞണ്ടുകളും വരും എന്നിങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിങ്ങനെ പോവാം. അപ്പോൾ ഈ വ്യക്തി വണ്ടി കഴുകുകയാണ്. അപ്പോൾ അവനോട് ഞാനിങ്ങനെ വലിയ മീനെ കണ്ടു, ഞണ്ടുകളെ കണ്ടു എന്നൊക്കെ. ഞണ്ടിനെ കണ്ടില്ല, എന്നാലും ചുമ്മാ ഇങ്ങനെ ഞണ്ടിനെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ പുള്ളി വിശ്വസിച്ചില്ല. വൈകുന്നേരം നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. പക്ഷേ എന്നാലും ഞാൻ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ചു. എനിക്കങ്ങനെ വെള്ളം ചൂടാക്കി കുളിക്കുന്ന ശീലമില്ല. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് ഒടുക്കത്തെ തണുപ്പാന്നും പറഞ്ഞ് സ്വെറ്റർ ഇട്ട് നടക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി. കുറച്ച് നേരമായിട്ട് ഒരുത്തൻ മിസ്സിങ് ആയിരുന്നു. ഇതിനകത്ത് കയറിയിരിക്കുമായിരുന്നു. ഞങ്ങൾ കൈയോടെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പോണണ്ട എന്തെങ്കിലും കൂസലുണ്ടോ നോക്ക്. വേഗം കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഒരുങ്ങി കൊട്ടി മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ ഫ്രണ്ടിൽ കുറച്ച് നേരം പോയിരുന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി വന്നു കേട്ടോ. കാരണം ഫ്രണ്ടിൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും എവിടുന്ന് സമ്മതിക്കുമോ. അപ്പോഴത്തേനും വന്നു രണ്ടെണ്ണങ്ങൾ എൻ്റെ പുറകെ വാലേ ഇറങ്ങി വന്ന് തന്നെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നേക്കാട്ടോ. ചെറിയൊരു ഇടിയും കിട്ടി. പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരുന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക കേട്ടോ. അത് ഞങ്ങളെ കണ്ടറിയാം. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നിരിക്കണം ഒരെണ്ണം. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിക്കാട്ടോ. കാരണം നല്ല തണുപ്പുണ്ട്. എപ്പോൾ നോക്കിയാലും നമുക്ക് പുള്ളി വിചാരിക്കുമ്പോൾ പുള്ളി കിടന്നുറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഇവൻ ഇനി ഇവിടുന്ന് വരുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് ഇവിടെ ആയിട്ട് പെട്ടെന്ന് അറ്റാച്ച്ഡായി. എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡായി. എല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉറക്കവും ഭയങ്കര ആക്റ്റീവാണ്. അങ്ങനത്തെ ഒരു വൈബാണ് പുള്ളി ഇവിടെ. ഇനി എങ്ങനെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് മലപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്നറിയില്ല. ശരിക്കും അത്രയ്ക്ക് പീസ്ഫുള്ളായിട്ടുള്ളൊരു ക്ലൈമറ്റും ആൾക്കാരും ഫാമിലിയൊക്കെ ആയിട്ടോ ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വരാൻ. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഇതുപോലെ പെട്ടിയും പൊക്കണമൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഭയങ്കര വർക്ക് ലോഡും സ്ട്രെസ്സും ഒക്കെ ആകുമ്പോൾ പീസ്ഫുള്ളായിട്ട് വന്ന് നിൽക്കാനായിട്ടൊരു ഏരിയ, ഒരു ഹോം എന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഭാഗ്യം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.